ഞാനങ്ങ് പുഷ്പലത ചേച്ചിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ചാടിത്തുള്ളി പോക്ക് കണ്ടിട്ട് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും മൂഞ്ചി കുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ടൈം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ത്രൂ അത് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. ഈ എയർ ബ്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അലർജി ശ്വാസം മുട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല പണി തരുന്നതാണ്. അതെ, ഇവരാണ് എൻ്റെ ഇപ്പത്തെ കൂട്ടുകാർ. ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എയർ ബ്രഷ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ആ ദിവസം, ഇന്നും നാളെയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 10:30ക്കാണ് ക്ലാസ്സിൽ. നമുക്ക് വേഗം പോവാം. ആസ് യൂഷ്വൽ ടൈം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അങ്ങനെ ക്ലാസ്സിലെത്തിയിട്ടോ. പക്ഷേ ഈ ചാടിത്തുള്ളി പോക്ക് കണ്ടിട്ട് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും മൂഞ്ചി കുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് എന്നുള്ളത്. ക്ലാസ്സിൻ്റെ കാര്യത്തിലല്ല, ഞാൻ പോണ വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മൈക്ക് മിസ്സായി പോയി. അതിൻ്റെ റിസീവർ എല്ലാം പോയി. ഞാൻ അറിഞ്ഞുപോലില്ല എൻ്റെ കയ്യിൽ നിന്ന് അത് പോയത്. പോക്കറ്റിലിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്രയും വലിയ അബദ്ധമാണ് കാണിച്ച്. അതായത് ഈ പരിപാടി എന്തൊക്കെ ഞാൻ പറയുന്നത്, ഈ ക്ലാസ്സിനകത്ത് ഞാൻ കാണിച്ചു. എനിക്ക് അതിൻ്റെ വിഷമത്തിലാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തിയറി സെഷനൊക്കെ കഴിഞ്ഞപ്പോഴേ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ അവിടെ നിന്ന് ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു. പകുതി സന്തോഷത്തിലും പകുതി സങ്കടത്തിലുമാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ മെയിൻലി വ്ലോഗ് എടുക്കാനൊക്കെ വിചാരിച്ചത്, ഒരു മെമ്മറി ആയിക്കോട്ടെ എന്ന്. പക്ഷെ ഇത്രയും വലിയ മെമ്മറി ആവും ഞാൻ വിചാരിച്ചില്ല. ഇത്രയും പൈസ ഒക്കെ കൊടുത്തിട്ട് മേടിച്ചിട്ട് അത് പോയത് എനിക്ക് സത്യം പറയാലോ എൻ്റെ അശ്രദ്ധ കുറവാണ്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് പോകുന്ന നിലയ്ക്ക്. ഇപ്പോഴും ഇത് വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ മൈക്കല്ലാണ്ടാണ് അത് ചെയ്യണത്. കാരണം ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോണിനൊക്കെ കുറച്ച് അടഞ്ഞ സൗണ്ടല്ലേ, അതെനിക്ക് ഭയങ്കര, ഞാൻ അതാണ് മൈക്ക് മേടിച്ചത്. എന്നിട്ട് ഇപ്പം എന്തായി, പൈസ പോയെന്നല്ലാണ്ട് വേറെ ഉണ്ടായില്ല. എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. ആ സങ്കടം ഒരു വഴിക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ, അതായത് ഈ എയർ ബ്രഷ് ഉണ്ടല്ലോ, ഈ ഗണ്ണ് യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ അല്ല. ഫസ്റ്റ് ടൈം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ത്രൂ അത് ഒന്നും കൂടെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ മുക്കൊക്കെ പോയി ആകെ കൊളാവും. അപ്പം ഞങ്ങൾക്ക് ആദ്യം വാട്ടർ വെച്ചിട്ടാണ് പ്രാക്ടീസ് തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫൗണ്ടേഷൻ തന്നിട്ട്, അതായത് ഗണ്ണിൽ ഇട്ടിട്ട് നമ്മളൊരു പേപ്പറിലൊരു ചാർട്ടാണത്, അതിൽ നമ്മൾ കറക്റ്റ് റൗണ്ടിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ കുറേ പറ്റൊന്നുമില്ല. പിന്നെ അങ്ങനെ ചെയ്ത് കുറച്ചൊക്കെ ശരിയായി കേട്ടോ. പക്ഷെ ഇവരുടെ പോലെ പകുതി ഞാൻ എന്ത് സന്തോഷത്തിൽ നിൽക്കേണ്ട ആളായിരുന്നു. എന്നിട്ടിപ്പോൾ ഉണ്ടായി എന്താ കാണിക്കണേ, എനിക്ക് അതാണ് അറിയാത്തത്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താ, ഞാൻ വീണ്ടും ഈ മൈക്ക് പോയിട്ടേ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വരെ വന്ന് നോക്കി, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അതാണ് എനിക്ക് അത്രയും വിഷമമായിട്ടുള്ളത്. ഞാൻ എല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. കാരണം ഇതേപോലെ തന്നെ അത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമായിരുന്നു ഞാനത്. അതെൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മനസ്സിലെ സങ്കടം മാറ്റാൻ കുറച്ച് നേരം പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ വീണ്ടും നമ്മുടെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. കാരണം നമുക്ക് 2 days ആണ് വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ മൈക്കയുടെ കാര്യമാണ് വീണ്ടും ആലോചിക്കുന്നത്. പിന്നെ ഞാൻ തന്നെ എന്നെ തന്നെ സമാധാനിപ്പിക്കുകയാണ്, കുഴപ്പമില്ല പോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പരിപാടികളും ഒരുക്കി വേഗം നമുക്ക് പോകണം. പക്ഷേ ഇന്നലെ രാത്രി കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അലർജി എനിക്ക് നല്ല രീതിക്ക് കൂടി. നമ്മളവിടെ ഈ എയർ ബ്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അലർജി ശ്വാസം മുട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല പണി തരുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല ജലദോഷമാണ്. ജലദോഷം വന്നു കഴിഞ്ഞാൽ, അതായത് അലർജി കൂടി കഴിഞ്ഞാൽ BP ലോ ആവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമായിട്ടാണ് നമ്മൾ പോണത്. കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളാതെ വെച്ച് നടന്നതാണ്. പക്ഷേ വെയിൽ അധികമായി പോയി. അപ്പം ഞാൻ കോട എടുത്തിട്ട് തന്നെ നടന്ന്. കാരണം ഇത് ജൂൺ ആണെന്ന് തന്നെ സംശയമാണ്. ഈ സമയത്ത് മഴയല്ല വേണ്ടേ. അങ്ങനെ നമ്മൾ ഇവിടെ അക്കാഡമിയിലെത്തി. എനിക്കിതിനൊക്കെ കയറുമ്പോഴേ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ. കാരണം ഞാനിവിടെ ഒരു വർഷം മുന്നേ HD ബ്രൈഡൽ മേക്ക് ഓവർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു കൂട്ടുകാരിനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെനിക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ ഹെയർ ക്ലാസ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെമോ ഒക്കെ കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ അങ്ങനെ കുറച്ച് ഇൻവെർട്ടർ ആയ കാരണം കൊണ്ട് കുറച്ച് ആൾക്കാരുടെ കമ്പനി ആയിട്ടുള്ളൂ.
എന്താ ചെയ്യുക, ഒക്കെ സെറ്റാക്കണം. പിന്നെ നമ്മുടെ ഡെമോ സെഷൻ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്നലെ ഫുള്ള് തിയറും നമ്മുടെ ചെറുതായിട്ട് പേപ്പറിൽ പ്രാക്ടീസും ആയിരുന്നു. ഇന്ന് നമുക്ക് ഫുൾ ഡെമോ കാണിച്ചു എങ്ങനെയാണ് എയർ ബ്രഷ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു HRDനെക്കാട്ടും ഭയങ്കര രസമുള്ളൊരു മേക്കപ്പാണ് ശരിക്കും എയർ ബ്രഷ്. ഓക്കെ, അതിനുശേഷം ഉച്ചയൊക്കെ ആയി. ഉച്ചയായപ്പോൾ നമുക്ക് ഫുഡ് വേണം. ബിരിയാണിയൊക്കെ കഴിച്ച് ഞാൻ ഇവരാണ് എൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകാർ. അപ്പോൾ അതിനുശേഷം നമ്മൾ അതായത് നമ്മുടെ കൂടെ പാർട്ട്ണർ ആരാണോ 2 പേരായിട്ട് തിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പേരിനെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്ത പ്രാവശ്യം നമ്മളതിനെ അവർ മേക്കപ്പ് ചെയ്ത് തരും. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഒന്നാമത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം മിഷൻ നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട്. കാരണം ഫൗണ്ടേഷൻ അങ്ങ് അടിച്ച് വാരി തൂത്തിട്ടുണ്ട്. ഇതാണ് എനിക്കിപ്പോൾ ആളേക്കൊക്കെ ചിരി വരുന്ന ആള് വൈപ്പ് ചെയ്തിട്ടൊരു കൊട്ട ഫൗണ്ടേഷനാണ് എനിക്ക് കാണിച്ചു തരുന്നത്. എന്താണിത് ചോദിച്ചിട്ട്. അപ്പോൾ എന്താ ചെയ്യാ, കണ്ട എന്തോരം ഫൗണ്ടേഷന്. നിങ്ങളെന്നെ ഒന്നും വിചാരിക്കരുത്, ആദ്യമായിട്ട് കാരണം കൊണ്ടാണ്. നമുക്ക് പതിയെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു 1 year ഒക്കെ ആയി ഈ ഇൻഡസ്ട്രിയിൽ, പക്ഷെ ആദ്യമായിട്ടാണ് എയർ ബ്രഷ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് പോരായ്മകളാണ്, നമുക്ക് റെഡിയാക്കാം. അടുത്തത് എൻ്റെ ഊഴാണ്, ആളുടെ ഊഴാണ്. ആളെൻ്റെ മുഖത്തൊരു താജ്മഹൽ പണിയാൻ പോവുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അങ്ങനെ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു. ഓരോരുത്തർക്കായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആക്ച്വലി ഞാൻ ഭയങ്കര എന്താ പറയുക സന്തോഷമാണ് എനിക്ക്. എൻ്റെ മൈക്ക് പോയെങ്കിലും ബാക്കി സന്തോഷം എനിക്കുണ്ട്. കാരണം ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് 1 year വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ പഠിക്കേണ്ട അവസരം കിട്ടിയത്. കാരണം എനിക്ക് ഫേസ് പാലറ്റിങ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അവിടുത്തെ മിസ്സുമാരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തോ എനിക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ മതി വെച്ചിട്ട് ഞാൻ 1 year വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇതൊക്കെ എൻ്റെ കുട്ടി സന്തോഷങ്ങളും ആഗ്രഹങ്ങളാണ് കേട്ടോ. ഇതുപോലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റണം എന്നാണ് എനിക്കും ആഗ്രഹമുള്ളത്. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടോ. ഇന്നത്തെ എല്ലാ എയർ ബ്രഷിൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലെത്തി. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷൻ HR ആണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നീട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പതിയെ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ. ഓക്കെ, ബൈ ടാ.